നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ദുബായിലാണ്. പനി പിടിച്ചിട്ട് ഒരു 3-4 ദിവസം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കാനഡയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ ട്രാവൽ വീഡിയോസ് ഇട്ടില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നായിരുന്നു എല്ലാ ദിവസവും വീഡിയോ ഇടും എന്നുള്ളത്, പക്ഷേ എനിക്ക് സാധിക്കാൻ പറ്റില്ല. ഐ ആം സോ സോറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി കേട്ടോ. ഇത് പണ്ടാരോ പറഞ്ഞില്ല, എന്താ പറയാ, നമുക്ക് ചിലതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞവരാണ്. ഞാൻ ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി 2-3 ദിവസം. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ഫാസിൽ, ഓൻ്റെ വണ്ടിയാണ്. ഓൻ എൻ്റെ ഇവിടുത്തെ കുറച്ച് ലീഗൽ കാര്യങ്ങളൊക്കെ ഓനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കിവിടെ കോർട്ടിൽ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടുത്തെയൊക്കെ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ വണ്ടി എനിക്കൊരു കുറച്ച് ദിവസം ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്. ഞാനിത് ഡെയിലി എടുക്കും, പെട്രോൾ അടിക്കും, ദുബായി പോകും, കറങ്ങും, നമ്മൾ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വില എനിക്ക് മനസ്സിലായിരുന്നു. ഇന്ന് ഞാൻ ഇവനെ കാണാൻ വന്നാണ്. ഇവനറിയില്ല, ഇവനെ ഇംഗ്ലീഷിലാണ് അത് വീഡിയോ ചെയ്തുകൊണ്ടത്. ഇപ്പൊ ഇവനെ മലയാളത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മോട്ടോ വ്ളോഗറാണ്. മോട്ടോ വ്ളോഗർ എന്ന് വെച്ചാൽ വാഹനങ്ങളുടെ കാറിൻ്റെ ഒക്കെ. എനിക്കൊന്ന് മലയാളത്തില് അല്ല തള്ളുന്നതിനുള്ള കാര്യം പറഞ്ഞാൽ മലയാളത്തില് എക്സോട്ടിക് കാർസ്, എക്സോട്ടിക് വെഹിക്കിൾസ് ഒക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഇവനാണ്. പക്ഷേ ഇംഗ്ലീഷിലാണെന്നല്ലോ, പക്ഷെ ഇപ്പോൾ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിൽ ആര് വന്നാലും അവർക്ക് ഇവിടെ നല്ലൊരു കാർസിന്റെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവനാണ് വിളിക്കുക. ഞാൻ ഇവിടെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. മീറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് അവൻ ഈ വണ്ടി ഉണ്ടവൻ സത്യം പറഞ്ഞാൽ ബ്രോൺ ഈ വണ്ടിയുടെ വാല്യൂ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം സംഭവം കാണുമ്പോൾ ഒരു പഴയ ജനറേഷൻ ഒരു വാൻ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ UAE ഈ സാധനം കാണാൻ കിട്ടുന്നതിന് ഭയങ്കര റേറാണ്. കാരണം അധികം വണ്ടികളൊന്നുമില്ല. മാത്രമല്ല ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, പല ആസ്ട്രോസിനകത്ത് ഇല്ലാത്ത ഒരു ഫീച്ചേഴ്സ് ഈ വണ്ടിനകത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. ബ്രാൻഡ് ഷെവർലെ ഏത് മോഡലാണ്? ഷെവർലയുടെ ആസ്ട്രോ എന്ന് പറഞ്ഞ ഇത് ആക്ച്വലി സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ്. ഇത് 2005 ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയതാണ്. പക്ഷേ 1985 തുടങ്ങിയത്. ഇത് സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ്, 1996 മോഡലാണ്. നമുക്ക് ഇതിന്റെ സൈഡ് കാണാം. ഇതിപ്പോ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇവൻ ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതൊന്നും ആഫ്റ്റർ മാർക്കറ്റ് ആണ് തോന്നുന്നത്. പണിത് പോലെയാണ് മൊത്തം കാണുന്നത്. അല്ല അത് സ്ക്രാച്ച് പഠിച്ചോനെ ഞാനാക്കിയതല്ലോ. ഞാനാക്കിയതല്ല കൈ ബസ്സിലേ ഞാനല്ല കുത്തേ. ഓക്കെ, ഇത് നല്ല അടിപൊളി ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം പണി എടുപ്പിച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ കേട്ടോ. നല്ല വർക്ക് എടുപ്പിച്ചിട്ടുണ്ട് പണിയിൽ. സൈഡിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ നോക്കി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാരവാന്റെ ഒരു സെറ്റപ്പാണ് ഇത് പണിതിട്ടുള്ളത്. ഞാനിതിൽ ഉള്ളിൽ കാണിച്ചിട്ടേ, അതാണ് മെയിൻ ഹൈലൈറ്റ്. 7 സീറ്റ് കോൺഫിഗറേഷൻ വരാം. പക്ഷേ ഇത് ആക്ച്വലി 2 സീറ്റും ബാക്കിൽ ഒരു കട്ടിലും വെച്ചാൽ ഒരു ഡാൻസിങ് കാർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നോക്കി നിങ്ങളെ ഇവിടെ നോക്കിയാ, ഇവിടെ നോക്കി നിങ്ങള്, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കട്ടിലേക്ക് അടക്കൊക്കെ ഇടാൻ ഓപ്ഷൻസ്. രണ്ടാൾക്ക് സ്വകാര്യം ഇവിടെ കിടന്നുറങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ലൈറ്റ് കണ്ടോ, മുകളിൽ ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ ഫുള്ള് സ്വിച്ചാണ്. പിന്നെ ലൈറ്റ് കത്തും. എന്തോ ഒരു ഫീസ് അടിച്ചു പോയി നല്ലൊരു പറഞ്ഞു. അതുകൊണ്ട് കേട്ടോ ഓഫാക്കി ഓണാക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ടിക് 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 ഇങ്ങനെ ഓഫ് ആൻഡ് ഓണിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ഇപ്പോഴത്തേക്ക് മേ ബാക്കിനകത്ത് വരുന്ന സീറ്റൊക്കെ ഒരു 10-12 വർഷം മുന്നേ തന്നെ സെറ്റാക്കി. 30 കൊല്ലം പഴക്കം. 30 കൊല്ലം എന്നെക്കാളും വയസ്സുണ്ട് വണ്ടിക്ക്. അല്ല ഇതൊക്കെ തിരിക്കാൻ പറ്റുന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു കേട്ടോ. സീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അവൻ പറഞ്ഞു. അതിനോട് എന്തൊരു ഫീസ് അടിച്ചു അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലത് അങ്ങനെ കേട്ടോ, ചിലത് കിട്ടേണ്ട ആളുടെ കിട്ടിയാൽ മാത്രമേ അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവും. ഇതിന്റെ ബാക്ക് നോക്കിക്കണം. നമ്പർ നല്ല പൈസ നമ്പർ ഉണ്ടോ. വണ്ടിന്റെ വിലയൊക്കെ റേറ്റ് ഉണ്ട് നമ്പറിന്. പക്ഷെ ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ആവാല്ലോ ചാൻസ് കൂടുതൽ. ആഫ്റ്റർ മാർക്കറ്റ് ആവാല്ലോ ചാൻസ് ഇതൊക്കെ. ഇത് ഇത്ര ഒന്നുമില്ല. സാധാരണ ഇതൊരു നോർമൽ ഒരു 7 സീറ്റർ വണ്ടിയാണ്. പക്ഷെ ഇത് ഫുള്ളി ഇവര് മാറ്റിയിട്ടുണ്ട്. സ്പ്രേവിന് ലോക്ക് നോക്കിക്കളി. പോകുന്നവരെ പൊടിയല്ല പോലെ, പോകുന്നവരെ പൊടിയല്ല. നിങ്ങളിപ്പോ ഇതുണ്ടാ അതുണ്ട്. അവിടെ നോക്കി ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അവിടെയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഷെവിന്റെ പഴയ കാറുകളില്ല, സ്പോർട്സ് കാറിന്റെ ഒക്കെ ഈ കീ ഉണ്ടോ, ഇത് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ കീ വരുന്നത്, കീ നമ്മൾ ഇതിലിട്ടിട്ട് തിരിക്കാൻ വേണ്ടത്, മൊത്തത്തിൽ തിരിക്കണം. പഴയ ഷെവിന്റെ പോലെ തന്നെയാണ് വരുന്നത്. പണ്ടത്തെ ഇമ്പാലയുടെ ഒക്കെ ഇമ്പാലയുടെ ആ ഒരു കട്ടാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ. ഷെവർലേന്റെ ഇതൊക്കെ ഉണ്ട്. ഇത് എന്റെ ഭാഷ പറഞ്ഞ പഴയ ജാംബോന്റെ കാലത്തിലൊരു വണ്ടി. പക്ഷെ ഇവരുടെ ഭാഷ പറഞ്ഞാൽ ഒരു ക്ലാസിക് പീസ് അല്ല, അങ്ങനെ ക്ലാസിക് ലക്ഷറി വെഹിക്കിൾ ആയിട്ട്. ക്ലാസിക് ലക്ഷറി വെഹിക്കിൾ. ഇതിന്റെ സീറ്റ് ഉണ്ടോ, ഇതൊക്കെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റിംഗ് ആണ്. പഴയ കാലത്തിലൊക്കെ ബാക്ക്
അന്ധകാലത്തുള്ള സെറ്റിംഗ്സ് ഉണ്ട്. 30 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ പോലെ റോൾസ് റോയ്സിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഡോർ പാഡിന് ഇവിടെ കണ്ടോ, ലോക്കിംഗ് അൺലോക്കിന്റെ ബട്ടൺസ് വയ്ക്കും. അതുപോലെ തന്നെ വിൻഡോസിന്റെ ബട്ടൺസ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതാണ് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഇതാണ് ഹാൻഡ് ബ്രേക്ക് വരുന്ന താഴെ ചവിട്ടുന്ന ടൈപ്പ് ഹാൻഡ് ബ്രേക്ക് ആണ്. ഫോർഡിന്റെ ഒക്കെ ഉള്ളവരെ ലെഗ് ബ്രേക്ക് ആക്കി റിലീസിംഗ് ബട്ടൺ ഇവിടെ റിലീസിംഗ് ബട്ടൺ ഉള്ളത്. പിന്നെ ഇതാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് സിസ്റ്റം. ഇത് മൊത്തം കിട്ടി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്സ് ഓൺ ആവും. ഹെഡ്ലൈറ്റ് ഓൺ ആയി, ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓഫ് ആയി. ഒക്കെയാണ്. പിന്നെ ലോക്ക് അൺലോക്കിൻ്റെ ഒക്കെ ഇവിടെ, ഡോർ ലോക്കിൻ്റെ ഒക്കെ ഇവിടെ. ഇവിടെ നമുക്കിപ്പോൾ ജ്യൂസ് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻ, 3 മൊബൈൽ അടുപ്പിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ധകാലത്തിൽ വേറെന്തോ വെക്കാനായിരുന്നു, കാരണം അതാണ് ഞാൻ ആലോചിച്ചത്. ഇത്ര തടിയുള്ള മൊബൈലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, അതിനുള്ളിൽ അവൻ്റെ എന്തോ സാധനം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ എന്തൊക്കെയോ ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെ ഉണ്ട്, ഇത് കണ്ടോ, ഇതൊരു സ്റ്റോറേജ് ആണ്. ഇത് ഫ്രിഡ്ജാടാ, ഇത് ഫ്രിഡ്ജാ. ഇതിന്റെ ഉള്ളിൽ ഇവൻ ഡോക്യുമെന്റ്സ് ഇട്ടുന്നില്ല. ഇത് ഫ്രിഡ്ജാ കേട്ടോ, തെർമോകോളിന്റെ സെറ്റപ്പിൽ കാണുന്നുണ്ട്. ഇനി അതല്ല, ആ ഫ്രിഡ്ജ് പൊക്കി അതിനുള്ളിൽ നിന്ന് കൊണ്ടോ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പുറകിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ആസ്ട്രോ ഇതൊക്കെ ഈ സൈഡ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. എന്തൊക്കെയോ ഓപ്ഷൻസ് ഇവിടെ ഒക്കെ വരുന്നുണ്ട്. സമ്മതം ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ എന്താ അല്ലേ? എടാ 4 4 ഇല്ലേ? അല്ലേ, 4 ലക്ഷം ദിർഹംസ് ഉദ്ദേശിക്കുന്നത്. 4 ലക്ഷം ചെറിയ പൈസ അല്ലോ, പൈസ ഞാൻ പറയില്ല. കാരണം ചിലപ്പോ മോനെ ഭാവിയിൽ വെക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലോ. ഫാൻ നമ്മൾ അഡീഷണൽ വെച്ചത് കേട്ടോ. റീഡിംഗ് ലൈറ്റ്സ് അല്ലേ? ഇവിടെ റീഡിംഗ് ലൈറ്റ്സ് ഉണ്ട് മുകളിൽ. പിന്നെ ഡിസൈൻ കണ്ടോ, മരത്തിന്റെ ഒരു ഇതിൽ ഇതൊക്കെ ഉണ്ട്. ഇത് ഇവിടെയും ഉണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും വരുന്നുണ്ട്. ഇതൊക്കെ വുഡനാണ് വരുന്നത്. ഓ ഇത് ഇവയ്ക്ക് വന്ന പോലെ ഇതൊക്കെയാണ്. ഈ സാധനം വിന്റേജ് ഇനത്തിൽ തൂക്കി വിട്ട് നമുക്ക് പൈസ കിട്ടും. ഇതിന് സാധനം അറിയും, നോക്കിയാ ഒരു സൂമായി കണ്ടിട്ട് അടുത്ത് വന്നിട്ട് ഇത് TV ആയിട്ടോ. TV പണ്ടത്തെ ട്യൂബ് TV. എനിക്ക് തോന്നി പണ്ട് ഏതോ ഒരു ഷെയ്ഖ് അറബി ഉപയോഗിച്ച കാരവാനാണെന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം ട്യൂബ് TV ഒക്കെ ഇതിലുണ്ട്. ഇവിടേക്ക് VCR മിക്കവാറും ഉള്ളിൽ തപ്പിയ VCR കിട്ടാൻ അനുസരിച്ചോ. ഇതൊക്കെ സ്റ്റോറേജ് ആണ്. ഓക്കെ, ഇതൊക്കെ സ്റ്റോറേജ് ആണ് ഈ സാധനങ്ങൾ മുഴുവനും. ഇന്ന് പറഞ്ഞോ, ഇപ്പൊ വണ്ടി അടിപൊളിയാണല്ലോ. ഞാൻ പോലും കാണാത്ത സാധനങ്ങൾ ഇപ്പൊ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 4.3 ലിറ്ററിന്റെ ഒരു V6 എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ HP എത്ര ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? HP എന്താ അറിയാത്ത എന്നോട് അല്ല, എന്നാലും ഒന്ന് ഗസ് അടിക്കും എത്ര സത്യം എനിക്കറിയില്ല. അല്ല, ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഒരു V6 എഞ്ചിൻ ആണെങ്കിൽ ഏകദേശം 300-400 ഹോഴ്സ് പവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മിക്ക വണ്ടി. ഇപ്പൊ ക്യാമറ തന്നെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 260 HP ഒക്കെ അടുപ്പിച്ചു. ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 190 ഹോഴ്സ് പവർ. അത് കൂടുതലാണ്, കുറവാണ്. 4.3 ലിറ്റർ എഞ്ചിന്. അതെ, പക്ഷെ ആ സമയത്ത് ടെക്നോളജി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഈ വണ്ടിയുടെ കാര്യത്തിൽ എനിക്കൊരു പോസിറ്റീവ് ആയിട്ട് തോന്നുന്നു. കാരണം ഫ്യൂൽ കൺസപ്ഷൻ ഇതിൽ പവർ കുറയുമ്പോൾ മൈലേജ് കൂടും. നിങ്ങൾ എന്നെ പൊട്ടാൻ വിളിക്കുന്നു വേണ്ട. നിങ്ങൾ ബൈക്ക് നിങ്ങൾ ഒരു ചേസിന് മുമ്പ് കൊണ്ടിട്ടാൽ ഉറക്കത്തിൽ ഇങ്ങനെ തടവിയിട്ട് ഞാൻ വരും, ഇത് ഈ വണ്ടിൻ്റെ ആണ് ഞാൻ വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മണം അടിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കാർസ് അന്ന് ഇന്നും എനിക്ക് ഓടിക്കാനല്ലാതെ ടെക്നിക്കൽ അറിയില്ല. കാരണം ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഐ ആം എ ബൈക്കർ, വണ്ടിപ്രാന്തനാണ്. പക്ഷെ മോസ്റ്റ്ലി 99% ഞാൻ ഇഷ്ടപ്പെടുന്നത് ബൈക്സിനാണ്. ബൈക്സ് എനിക്കറിയാം. അപ്പൊ ഇവന് നേരെ തിരിച്ചിട്ടാണ്, ഇവന് കാർസ് ആണ്. എനിക്ക് ബൈക്കിന്റെ ABCD അറിയാം. പിന്നെ ഇവനെ വിളിപ്പിച്ചെന്നെ അറിയാം. അതും കൂടി ഞാൻ പറയാം. ഞങ്ങളിവിടെ വിൻറ്റേജ് കാർസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ US നിന്നൊക്കെ വിൻറ്റേജ് കാർസ് ഇറക്കിയിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു പുതിയൊരു ബിസിനസ്സാണ് അത്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതായാലും അത് വേറെ ആൾക്കാരാണ് എന്നെ കൊണ്ടുവരുന്നതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, വേറെ ആൾക്കാരാണ്. നമ്മളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ വണ്ടിയിൽ എടുക്കുന്നത് അതിന് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തു. കാരണം നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് അറിയാത്ത ഒരുപാട് വാഹനങ്ങളുണ്ട്, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവനും കൂടി ഉണ്ടെങ്കിൽ ഇവനിക്കിപ്പോൾ ഈ വണ്ടി മണത്തപ്പം അവന് വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടി. അല്ലാണ്ട് എങ്ങനെ ഇത്ര ഡീറ്റെയിൽസ് അവൻ അറിയുന്നത് അല്ലേ? അപ്പോൾ അവനെ മണപ്പിക്കാണ്ട് അവനെ വണ്ടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇനി കൊണ്ടുവരുന്ന വണ്ടിയുടെ റിവ്യൂസ് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട റിവ്യൂസിൽ അവനും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യൂലോ? ഞാൻ അത് ചെയ്യും. 30 വർഷം പഴക്കമുള്ള വാഹനമാണ് ഞാൻ പറഞ്ഞു. ഒരു പക്ഷേ ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കിയ ആൾക്കാർ ചിലപ്പോൾ ചരക്ക് കൊണ്ടുപോകാനോ മറ്റെന്തെങ്കിലും കൊണ്ടുപോകാനായിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം മെയിനായിട്ട് ഇതുപോലുള്ള ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് ഉപയോഗിച്ചുകൊണ്ട് മെയിൻലി ഈ വുഡ്സിലും ഈ ഫാമിലിയൊക്കെ ആയിട്ട് പണ്ടൊക്കെ അമേരിക്കയിൽ മറ്റേ കാട്ടിലൊക്കെ പോകത്തില്ലേ ക്യാമ്പിങ്ങിനൊക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ ടൈപ്പ് ഇന്റീരിയറാണ് ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതൊരു VIP വണ്ടിയാക്കി മാറ്റി. ഇത് 2 വീൽ ഡ്രൈവ് ആണ്, 4 വീൽ ഡ്രൈവ് അല്ലേ? ഓഫ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഇതിന്റെ 2 വേരിയന്റ് വരുന്നുണ്ട്. ആസ്ട്രോയുടെ തന്നെ AWDയും വരുന്നുണ്ട്, ഓൾ വീൽ ഡ്രൈവ് വേരിയന്റ് വരുന്നുണ്ട്. അതും വരുന്നു. ഇത് 2 വീൽ ഡ്രൈവ്. നമ്മുടെ അടുത്ത് 2WD ഞാൻ പഠിച്ചിട്ടോ, അതാ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം പിന്നീട് ഏതോ ഒരു വണ്ടിപ്രാന്തന്റെ കൈ കിട്ടുകയും ഇപ്പം ഞമ്മടക്കം
ടാറ്റയുടെ വിങ്ങർ എടുത്തിട്ട് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്ത് എൻ്റെ മോനിക്ക് വേണ്ടി അവൻ്റെ വണ്ടി കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ നിയമ തടസ്സങ്ങൾ കാരണം നമ്മളൊരു വണ്ടി എടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാരവാൻ ലീഗൽ ബിൽഡ് ചെയ്യുന്ന അവരുടെ അടുത്ത് കൂടെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 10-30 ലക്ഷം 40 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കൂടി ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തതാണ്. കാരണം നമ്മൾ കർണാടകത്തിലോ മറ്റോ പോയിട്ട് പഴയ വണ്ടി എടുത്ത് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ MVD ഇല്ലാത്ത ഏതോ ഒരു രാജ്യത്തെ മഹാഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഈ വണ്ടി മോഡിഫൈ ചെയ്തത്. അങ്ങനെ തന്നെ ഓപ്പണായിട്ട് പറയാം. അപ്പോൾ അദ്ദേഹത്തിന് മോഡിഫൈ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. പിന്നീട് പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടാവും, വേറെ ആയിട്ടുണ്ടാവും, കാലപ്പഴക്കേന വണ്ടി മാറിയിട്ടുണ്ടാവും, ചിലപ്പം അങ്ങേർക്ക് ലോട്ടറി അടിച്ച് വലിയ കോടീശ്വരനായിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഈ വണ്ടി ഇവിടെ എത്തിയത്. ഇത് US ഓടിയ വണ്ടിയാണ്, അമേരിക്കയിൽ കഴിഞ്ഞ 30 വർഷത്തോളം ഓടിയ വണ്ടിയാണ്. ആ വണ്ടിയാണ് ഇപ്പം UAE ഇപ്പം നമ്മുടെ കിഴയിൽ കിടന്ന് കളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ വാഹനത്തിൻ്റെ ഉടമ മൂപ്പര് ഭയങ്കര ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. കുറേ പൈസയുള്ള മുടക്കിയിട്ടുണ്ട്. ഒരിക്കലും അത് സെയിൽ ചെയ്യില്ല. വലിയ കോമഡി എന്നറിയോ, ഓൻ അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. വലിയ കോമഡി ഇതാ. ഈ ചങ്ങാതി ഞാൻ പറയും ചെയ്യില്ല, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ മുതലാളിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് എനിക്കൊന്ന് വാട്സപ്പ് ഇട്ട് കൊടുത്തേട്ടാ, മറന്നു വേണ്ട. കാരണം അങ്ങനെ ഞാൻ അറിയട്ടെ അവൻ്റെ വണ്ടി ഫേമസ് ആയിരുന്നു. നമ്പർ പ്ലേറ്റ് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ വണ്ടി പോലെ വണ്ടിനേക്കാളും വില കൂടിയ നമ്പർ പ്ലേറ്റാ. മമ്മൂട്ടിയുടെ നമ്പർ പ്ലേറ്റ് എത്ര? 369 മാത്രമേ ഉള്ളൂ. ഇത് മമ്മൂട്ടിയുടെ നമ്പർ പ്ലേറ്റ്. ഇത് നമ്മളെ ഫ്രണ്ട് ഫസലിന്റെ നമ്പർ പ്ലേറ്റ് 696. ഇപ്പോൾ മമ്മൂട്ടിയുടെ നമ്പർ പ്ലേറ്റും ഫസലിന്റെ നമ്പർ പ്ലേറ്റും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് എത്ര പൈസ ഉണ്ടാവും? ഇത് എങ്ങനെയാണെങ്കിൽ 15 രൂപ 20,000 റുപ്യ ഉണ്ടാവും. നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്തോ. നിങ്ങൾ പറയാം എത്രയാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പം ഇത് ഒന്നും കൂടി പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു നമ്മൾ വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൊളാബറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UAE ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് വാഹനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇവിടെ നമുക്ക് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരാളെ കിട്ടിയത്. താങ്ക് യു സോ മച്ച് ബ്രോ. കാരണം ഞാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ബ്രോ എന്ന് എൻ്റെ ഓടി വന്നിരുന്നു. അതിന് വലിയൊരു കാര്യമാണ്, നമുക്ക് ഇടുന്നൊരു സന്തോഷം അത്. അപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതുപോലെ ഇവനെ നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യും. അവൻ്റെ യൂട്യൂബ് ചാനൽ, മലയാളം യൂട്യൂബ് ചാനൽ ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഷെയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് കയറി നോക്കട്ടെ. താങ്ക് യു മാത്രമേ ഉള്ളൂ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ആയിട്ട് നിൽക്കുക, കൂടെ നിൽക്കുക, കടന്ന് നിൽക്കുക. നല്ല നല്ല വീഡിയോസ് ഇടണം കേട്ടോ. അടുത്ത എപ്പിസോഡ് കാണാം.